നോക്കത്താ ദൂരം പരന്ന പാടങ്ങൾ ഒരു കാലത്ത് കാർഷിക കേരളത്തിന്റെ മുഖമുദ്രയും മനോഹാരിതയുമായിരുന്നു. അന്ന് വ്യാപകമായിരുന്ന നെൽകൃഷി ഇന്ന് വിരളമായി മാറി. നാളെ അത് അന്യം നിന്നു പോയേക്കാം. ഈ തിരിച്ചറിവാണ് കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് അധികൃതരെ തരിശുനിലങ്ങളിൽ കൃഷി ഇറക്കാൻ പ്രേരിപ്പിച്ച വികാരം. ഒപ്പം കൂടാൻ മരങ്ങാട്ടുപള്ളി കൃഷിഭവനും നെൽകൃഷിക്ക് പലിശരഹിത വായ്പ നൽകാൻ മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്കും രംഗത്തെത്തിയതോടെ ഒരു പ്രദേശമാകെ ഉത്സവലഹരിയിലായി. മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റിൽ സംഘടിപ്പിക്കപ്പെട്ട കാർഷികോത്സവത്തിന് ലഭിച്ച ബഹുജന പിന്തുണയാണ് ഇത്തരമൊരു വലിയ യത്നത്തിന് പഞ്ചായത്ത് ഭരണസമിതിക്ക് പ്രചോദനമായത്. പാഡി ചലഞ്ച് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ പുതിയ സംരംഭത്തിന് ജനങ്ങൾക്കൊപ്പം ജനപ്രതിനിധികളും പാടത്തേക്കിറങ്ങിയപ്പോൾ മരങ്ങാട്ടുപള്ളിയിൽ നിശബ്ദമായൊരു കാർഷിക വിപ്ലവത്തിന് തിരി തെളിയുകയായിരുന്നു. പ്രാരംഭഘട്ടത്തിൽ 20 ഏക്കർ തരിശു നിലത്താണ് നെൽകൃഷി ഇറക്കുന്നത്. വിത്തിറക്കലിന്റെ ഉദ്ഘാടനം സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KM മാണി നിർവഹിച്ചു. മരങ്ങാട്ടുപള്ളിയിൽ ഞാൻ വിരുന്നുകാരനല്ല, വീട്ടുകാരൻ തന്നെയാണെന്ന് പ്രഖ്യാപിച്ച KM മാണി തന്റെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമി കൃഷി ഇറക്കാൻ സൗജന്യമായി വിട്ടുകൊടുക്കാനും തയ്യാറായി. എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള മാതൃകാപരമായ ഒരു വലിയ വിപ്ലവ പരിപാടി മരങ്ങാട്ടുപള്ളി പഞ്ചായത്തും ബാങ്കും സംയോജിച്ചുകൊണ്ട് പൊതുജന സഹകരണത്തോടുകൂടി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. തരിശായി കിടക്കുന്ന വളരെയേറെ സ്ഥലങ്ങൾ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ കൃഷിയിലേക്ക് കടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭക്ഷ്യസുരക്ഷ പ്രഖ്യാപിത നയമാണ്, ദേശീയ ഒരു പരിപാടിയാണ്. ഭക്ഷ്യസുരക്ഷ ഇന്ത്യക്ക് കൈവരുത്തണം, കേരളത്തിന് കൈവരുത്തണം. കേരളത്തിൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനമില്ല, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ഭക്ഷ്യസുരക്ഷ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ തരിശായി കിടക്കുന്ന ഓരോ ഇഞ്ച് ഭൂമിയും കൃഷിയോഗ്യമാക്കി എങ്കിൽ മാത്രമേ ഭക്ഷ്യസുരക്ഷ നമുക്ക് കൈവരുത്തുവാൻ കഴിയൂ. അപ്പോൾ ആ നിലയ്ക്ക് ആലോചിക്കുമ്പോൾ മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് ഇപ്പോൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഈ പരിപാടി കേരള ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും പ്രഖ്യാപിത പരിപാടിയായ ഭക്ഷ്യസുരക്ഷയെ കൈവരുത്തുന്നതിൽ നമ്മളേറെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ്. ഉമ, ജ്യോതി എന്നീ വിത്തിനങ്ങളാണ് വിതയ്ക്കാൻ ഉപയോഗിച്ചത്. 12 ഏക്കറിലെ കൃഷി പഞ്ചായത്ത് നേരിട്ട് നടത്തുമ്പോൾ ബാക്കി 8 ഏക്കർ സ്ഥലത്തെ കൃഷി കർഷകർ ഏറ്റെടുത്തു. സമീപ ഭാവിയിൽ തന്നെ കൂടുതൽ കൃഷിയിടങ്ങൾ ഏറ്റെടുത്ത് കൃഷി ഇറക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുമുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം 14 അംഗ പഞ്ചായത്ത് മെമ്പർമാരും കൃഷി ഓഫീസുമാണ് ഈ വലിയ ഈ ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഈ കർമ്മ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഞങ്ങളുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബഹുജനങ്ങളോടും കൃഷിക്കാരോടും വളരെ വലിയ താല്പര്യത്തോടു കൂടി നിലകൊള്ളുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. പഞ്ചായത്ത് കമ്മിറ്റിയും കൃഷിഭവനുമായി ഒരു വ്യത്യാസമില്ല, ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ എന്നുള്ള വ്യത്യാസമില്ല. ഇനിയും മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ തരിശ് കിടക്കുന്ന ഭൂമികളുണ്ടെങ്കിൽ അത് കണ്ടെത്തി ആ തരിശ് ഭൂമി കൃഷി ചെയ്യാനുള്ള പ്രവർത്തനത്തിൻ്റെ പാതയിൽ കൃഷിഭവനും പഞ്ചായത്തും ബഹുജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുകയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിരവധി വയൽ ഉടമകൾ തങ്ങളുടെ ഭൂമി കൂടി ഏറ്റെടുക്കണം എന്ന അഭ്യർത്ഥനയുമായി രംഗപ്രവേശം ചെയ്തത് ഈ പദ്ധതിയുടെ ബഹുജന പിന്തുണയ്ക്ക് തെളിവാണ്. മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ
മുഴുവൻ തരിശു നിലങ്ങളും ഏറ്റെടുത്ത് കൃഷി നടത്തുകയോ കൃഷി നടത്തുന്നതിനും കർഷകരെ സഹായിക്കുകയോ ചെയ്യാനാണ് പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം. ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഇനി വരുന്ന കാലങ്ങളിൽ ഇവിടെയുള്ള കർഷകർക്ക് നിലവിലുള്ള നിലങ്ങളെങ്കിലും കൃഷിയോഗ്യമാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ഈ പദ്ധതി തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ധാരാളം ആളുകൾ, കർഷകരും കർഷകരുടെ ഗ്രൂപ്പുകളും ബാക്കി കിടക്കുന്ന തരിശു നിലങ്ങൾ ഏറ്റെടുക്കുന്നതിനായിട്ട് മുന്നോട്ട് വരികയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് വരെ ഏകദേശം ഒരു 10-15 ഹെക്ടർ സ്ഥലത്തോളം ഏറ്റെടുത്ത് കൃഷി ചെയ്യാനായിട്ട് ആളുകൾ മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഒരു കൂട്ടായ്മയുടെ ഭാഗമായി വളരെ ഭംഗിയായിട്ട് മെമ്പർമാരെല്ലാം സജീവമായിട്ട് പാടത്തിറങ്ങുകയും പണിയെടുക്കാൻ കൂടുകയും ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പോലെ പറഞ്ഞു കൊടുക്കുന്ന മുഴുവൻ ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ച് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് പാടശേഖര പ്രസിഡന്റ് എൻ്റെ ഒരു നന്ദി കൂടെ പറയുന്നുണ്ട്. വരും വർഷങ്ങളിലും ഈ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ നടപടിയും അവർ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മരങ്ങാട്ടുപള്ളിയിൽ അരങ്ങേറിയ ഈ ഹരിത വിപ്ലവത്തിന്റെ അലയൊലികൾ കേരളമാകെ പടരുക തന്നെ വേണം. അങ്ങനെയെങ്കിൽ വയലേലകളുടെ സംഗീതം നമുക്ക് നഷ്ടമാവില്ല. നെൽക്കതിരുകളുടെ ദൃശ്യചാരുത വെറും ഒരു ഓർമ്മയാകില്ല. കേരളത്തിലെ കാർഷിക മേഖലയിൽ ഇന്ന് ഏറ്റവും പ്രാധാന്യം നൽകേണ്ട ഒരു സാങ്കേതിക ശാഖയാണ് കാർഷിക എഞ്ചിനീയറിംഗ്. വികസിത രാജ്യങ്ങളിലെ കർഷക മുന്നേറ്റം പ്രധാനമായി കാർഷിക എഞ്ചിനീയറിംഗ് തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. കാർഷിക യന്ത്രവൽക്കരണം, മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ, ജലപരിപാലനം, സൂക്ഷ്മ ജലസേചന രീതികളുടെ നടപ്പാക്കൽ, ജലനിർഗമനം, കൃത്യതാ കൃഷി, കാർഷികോൽപ്പന്ന സംസ്കരണം, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ വിനിയോഗം എന്നീ കാർഷിക എഞ്ചിനീയറിംഗ് ശാഖകളുടെ ചുവടുപിടിച്ച് പ്രസ്തുത രാജ്യങ്ങൾ നടത്തിയ കാർഷിക മുന്നേറ്റം അസൂയാവഹമാണ്. കാർഷിക യന്ത്രവൽക്കരണം കേരളത്തിൽ ഇന്ന് വലിയ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നു. തൊഴിലാളികളുടെ കുറവും ഉയർന്ന കൃഷിച്ചെലവും കേരളത്തിലെ ധാന്യോൽപാദന രംഗത്തെ പാടെ തകർത്തിരിക്കുന്നു. തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുമെന്ന ധാരണയാൽ കാർഷിക യന്ത്രവൽക്കരണ നടപടികൾ ഒരു കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നു എങ്കിൽ ഇന്ന് ഉയർന്ന പരിഗണനയാണ് യന്ത്രവൽക്കരണത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രത്യേക ഭൂപ്രദേശ വിസ്തൃതിക്കനുസരിച്ച് ചെറുതും വലുതുമായ കാർഷിക യന്ത്രങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. യന്ത്രങ്ങളില്ലെങ്കിൽ കൃഷിയില്ല എന്ന സാഹചര്യത്തിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുന്നു. വാഴ, റബ്ബർ, തെങ്ങ് എന്നിവയ്ക്ക് കുഴിയെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ യന്ത്രമാണ് കുഴിയെടുക്കൽ യന്ത്രം അഥവാ പോസ്റ്റ് ഹോൾ ഡിഗ്ഗർ. ഇത് ട്രാക്ടറിൻ്റെ PTOയിൽ പിടിപ്പിച്ച് കുഴിയെടുക്കുന്ന ഒരു യന്ത്രമാണ്. പോസ്റ്റ് ഹോൾ ഡിഗ്ഗർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇപ്പോൾ വളരെയധികം പ്രാധാന്യത്തോടുകൂടി കൃഷിക്കാർ ഉപയോഗിക്കുന്ന യന്ത്രമാണ്. കാരണം റബ്ബർ കുഴിയെടുക്കാൻ ഇപ്പോൾ വളരെയധികം കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിപ്പിക്കാൻ പറ്റും ഈ യന്ത്രം. 2.5 അടി, 2 അടി, 1 അടി എന്നീ ലെവലിലുള്ള ഡയമീറ്ററുള്ള കുഴിയെടുക്കാൻ പറ്റും, വിസ്താരമുള്ള കുഴിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഓഗർ മാത്രം നമുക്ക് മാറ്റി പിടിപ്പിച്ചാൽ മതി. ഈ ഓഗറിൻ്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കുഴിക്കുമ്പോൾ മേളിലോട്ടാണ് മണ്ണ് പൊങ്ങി വരുന്നത്. അതുകൊണ്ട് നമുക്ക് മണ്ണ് മുഴുവൻ പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു സ്ക്രൂ പോലെ വർക്ക് ചെയ്യും. മണ്ണ് കുഴിച്ചെടുക്കുന്ന മണ്ണ് ഈ സ്ക്രൂവിൽ കൂടെ മേളിലേക്ക് വന്ന് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുഴിയിൽ അല്പവും മണ്ണ് കിടക്കുകയില്ല എന്നുള്ളത് വളരെ കാര്യക്ഷമതയോടുകൂടി ഉപയോഗിക്കാൻ ഇതിനെ സഹായിക്കുന്നു. റബ്ബർ കുഴിയുടെ സൈസിലും വാഴക്കുഴിയുടെ സൈസിലും മറ്റ് ചെറിയ ചെടികൾ നടത്തക്ക രീതിയിലും നമുക്ക് പല രീതിയിലുള്ള ഈ പോസ്റ്റ് ഹോൾ ഡിഗ്ഗറിൻ്റെ വിങ് നമുക്ക് സെലക്ട് ചെയ്യാം. ഏകദേശം 40,000 രൂപ മുതൽ 75,000 രൂപ വരെയാണ് ഇതിൻ്റെ വില. പോസ്റ്റ് ഹോൾ ഡിഗ്ഗർ പിടിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായൊരു ട്രാക്ടറാണിത്. ഏകദേശം 53 കുതിരശക്തിയാണ് ഇതിൻ്റെ കപ്പാസിറ്റി.
ഒരു ഡ്രൈവർക്ക് സീറ്റിലിരുന്നു കൊണ്ട് തന്നെ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ, കൂടാതെ തന്നെ ഇതിന് പവർ സ്റ്റിയറിംഗ് ആണ്. നമുക്ക് ഏത് ടെറൈനിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് ആയാസരഹിതമായി ഒരു ഡ്രൈവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ട്രാക്ടറാണിത്. ചതുരാകൃതിയിലോ വൃത്താകൃതിയിലോ വൈക്കോൽ കെട്ടുകളാക്കാൻ സഹായിക്കുന്ന യന്ത്രമാണ് ഹേ ബെയിലർ അഥവാ വൈക്കോൽ കെട്ടുകളാക്കുന്ന യന്ത്രം. നമുക്കറിയാം, റോഡിൽ വലിയ ഭീമാകാരമായ കെട്ടുകൾ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് യാത്രാ തടസ്സം കൂടാതെ തന്നെ അത് തീ പിടിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള അവസരത്തിൽ വൈക്കോൽ അമർത്തി കെട്ടി ചെറിയ കെട്ടുകളാക്കി ഒതുക്കി കൊണ്ടുപോകാൻ ഏറ്റവും അനുയോജ്യമായ ഒരു യന്ത്രമാണ്. വൈക്കോൽ കെട്ടുകളാക്കുന്ന ഒരു യന്ത്രമാണിത്. കേരളത്തിൽ ഇതിൻ്റെ വിതരണക്കാർ റെഡ് ലാൻഡ്സ് എന്ന കമ്പനിയാണ്. 2 രീതിയിൽ നമുക്ക് വൈക്കോൽ കെട്ടുകളാക്കാം. ഒന്ന് വൃത്താകൃതിയിലുള്ള റൗണ്ട് ബെയിലും നമുക്ക് സ്ക്വയർ ബെയിലും ചതുരാകൃതിയിലുള്ള കട്ടകളാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ സർക്കുലർ ബെയിലുകൾ ഉരുളൻ കട്ടകളായി മാറ്റാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമുക്ക് അതിന് സ്റ്റോറേജ് സ്പേസ്, അതിൻ്റെ വോളിയം, അതിൻ്റെ വ്യാസം വളരെയധികം കുറച്ച് ഇപ്പോൾ 1000 കിലോ കയറുന്ന ഒരു ലോറിയിൽ നമുക്ക് 7000 കിലോ വരെ നമുക്ക് ലോറിയിൽ ഈ കെട്ടുകൾ അമർത്തി കെട്ടി ഉപയോഗിക്കാൻ പറ്റും. മണ്ണിളക്കുക, വരമ്പ് കോരുക, ചെളി കലക്കുക തുടങ്ങിയ വിവിധ കാർഷിക ജോലികൾ ചെയ്യുവാൻ അനുയോജ്യമായ ഒരു വിവിധോദ്ദേശ യന്ത്രമാണ് മിനി ഗാർഡൻ ടില്ലർ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് മിനി ട്രാക്ടറുകളാണ്. ഇത് കുബോട്ട ട്രാക്ടറാണ്. ജപ്പാനിലെ കുബോട്ട കമ്പനിയായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിൽ അത്താണിയിൽ ക്യാംകോ നിർമ്മിക്കുന്നതാണ് ഈ ട്രാക്ടർ. ഇതിൻ്റെ ഏകദേശ വില 3 ലക്ഷം രൂപയാണ്. വില അല്പം കൂടുമെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ കൃഷിയിടങ്ങളിൽ 4-5 തരം കാർഷിക യന്ത്രങ്ങൾ ഇതിൻ്റെ PTOയിൽ പിടിപ്പിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. കാരണം ഇതിൽ നമുക്ക് ലെവലർ ഫിറ്റ് ചെയ്യാം, റോട്ടവേറ്റർ ഫിറ്റ് ചെയ്യാം, പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്യാം, അതുപോലെ ബണ്ട് ഫോർമറും ഫറോവറും ഫിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് പിടിപ്പിക്കാം. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ പുറത്തിറക്കുന്ന ഒരു വിവിധോദ്ദേശ യന്ത്രമാണ് പവർ ടില്ലർ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മീഡിയം കാർഷിക യന്ത്രമാണ് ഈ പവർ ടില്ലർ എന്ന് പറഞ്ഞാൽ. ഏകദേശം 10 കുതിരശക്തിയുള്ള ഡീസൽ എഞ്ചിൻ, ഒറ്റ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. കുബോട്ടയുമായിട്ട് സഹകരണത്തോടുകൂടി 1969 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ലാഭത്തിലോടുന്നത് പ്രധാനമായും ഈ പവർ ടില്ലർ ഇന്ത്യയിൽ മുഴുവൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഇതും ഒരു കോമ്പിനേഷൻ എക്യുപ്മെൻ്റാണ്. ഇതിൽ നമുക്ക് ഉഴാനുള്ള യന്ത്രങ്ങൾ ഘടിപ്പിക്കാം, അതുപോലെ തന്നെ ബണ്ട് ഫോർമറും ഫറോവറും, അതായത് നമ്മൾ ചാലുകൾ കയറാനും ഫറോ ഉണ്ടാക്കാനും പണകൾ വെട്ടി ഉണ്ടാക്കുന്നതിനും ഇത് ഉപയോഗിക്കാം. ചെറിയ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ലഘുവായ ഒരു കാർഷിക യന്ത്രമാണ് റോട്ടറി ടില്ലർ. ഇത് ഹോണ്ട കമ്പനിയുടെ 3.5 കുതിരശക്തിയുള്ള ഒരു കോമ്പിനേഷൻ എക്യുപ്മെൻ്റാണ്. ഏകദേശം 3 അറ്റാച്ച്മെൻറ്റ് ഇതിൽ പിടിപ്പിക്കാൻ പറ്റും. ഇത് നമുക്ക് നിലം ഉഴാനും കള പറിക്കാനും പിന്നെ ബണ്ട് ഫോർമറും ഈ ചാല് കയറി ജലസേചനത്തിന് വേണ്ടി ചാല് കയറാനും ഉള്ള കാർഷിക ഉപകരണം ഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു യന്ത്രമാണ്. 3.5 കുതിരശക്തിയാണ് ഇതിൻ്റെ കപ്പാസിറ്റി. സാധാരണ കൊച്ചു കുട്ടികൾക്കും സ്ത്രീകൾക്ക് വരെ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രയോഗിക്കാൻ പറ്റും. കൃഷിയിടങ്ങൾക്കും ഡയറി ഫാമുകൾക്കും അനുയോജ്യമായ യന്ത്രമാണ് ഫാം കാർട്ട്. കൃഷിയിടങ്ങളിലെ ഉൽപ്പന്നങ്ങൾ കയറ്റിക്കൊണ്ടുപോകുന്നതിനും ഫാമുകളിലെ കാലിത്തീറ്റ, പുല്ല് തുടങ്ങിയവ പശുക്കൾക്ക് വിതരണം ചെയ്യുന്നതിനും അത്യുത്തമമാണ് ഈ യന്ത്രം. 2 മണിക്കൂർ കൊണ്ട് 1 ഏക്കർ സ്ഥലം ഞാറ് നട്ട് തീർക്കുന്ന ഞാറുനടിയിൽ യന്ത്രമാണ് ഇത്. വരിയകലവും നുരിയകലവും കൃത്യമായി ക്രമീകരിച്ച് നട്ടു നീങ്ങുന്നതിന് ഈ യന്ത്രം സഹായിക്കുന്നു. ഇത് ഞാറ് നടിയിൽ യന്ത്രമാണ്. ചൈനയിലുണ്ടാക്കി യാൻമാർ എന്ന് പറഞ്ഞ കമ്പനിയാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 12 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് 6 വരിയിലാണ് ഇത് ഞാറ് നടുന്നത്. ഇതിൻ്റെ ഈ ഞാറ് നടിയിൽ യന്ത്രം കൊണ്ടുള്ള പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ ഈ വരിയകലവും ഇടയകലവും കൃത്യമായി നമുക്ക് ക്രമീകരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് തന്നെ നമുക്ക് കളയെടുക്കാനും വളപ്രയോഗത്തിനും വളരെ കാര്യക്ഷമമായി പ്രയോഗിക്കാൻ പറ്റും. അക്കരക്ക പച്ചക്കിളിയേ
ಉಸುರು ಬೆತ್ತಾಳ ಹಂಸಮಾನ ಕರಿಯತ್ತೆ ನೆನಪು ಬೆತ್ತಾಳ ನೆನೆತು ವಾಳುಗೆ ನಿನ್ನೆ ನಿನ್ನೆ ನಾನು ಬಂದು ಸೇರೋಣೋ ಇಕ್ಕೇರಕ್ಕೆ ನೆನೆತು ವಾಳುಗೆ ನಿನ್ನೆ ನಿನ್ನೆ ನಾನು ಬಂದು ಸೇರೋಣೋ ಇಕ್ಕೇರಕ್ಕೆ ಲಾಲೆ 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 ಅಕ್ಕರೆಕ್ಕ ಪಚ್ಚೆ ಕಿಳಿಯೇ ಉಸುರು ಬೆತ್ತಾಳ ಹಂಸಮಾನ ಕರಿಯತ್ತೆ ನೆನಪು ಬೆತ್ತಾಳ ನೆನೆತು ಬಾಳುಗೆ ನಿನ್ನೆ ನಿನ್ನೆ ನಾನು ಬಂದು ಸೇರೋಣೋ ಇಕ್ಕೇರಕ್ಕೆ ನೆನೆತು ಬಾಳುಗೆ ನಿನ್ನೆ ನಿನ್ನೆ ನಾನು ಬಂದು ಸೇರೋಣೋ ಇಕ್ಕೇರಕ್ಕೆ ಲಾಲೆ 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 ನೇರ ಬಂದ நேரத்தே ஓடி வருவாள பாட்டு பாடின நேரத்தே நேவக வேப்பாள நேர வந்த நேரத்தே ஓடி வருவாள பாட்டு பாடின நேரத்தே நேவக வேப்பாள லாலே 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 அக்கறிருக்க பச்சை கிளியே உசுரு ಬೆತ್ತಾಳ ಹಂಸಮಾನ ಕರಿಯತ್ತೆ ನೆನಪು ಬೆತ್ತಾಳ ನೆನೆತು ಬಾಳುಗೆ ನಿನ್ನೆ ನಿನ್ನೆ ನಾನು ಬಂದು ಸೇರೋಣೋ ಇಕ್ಕೇರಕ್ಕೆ ನೆನೆತು ಬಾಳುಗೆ ನಿನ್ನೆ ನಿನ್ನೆ ನಾನು ಬಂದು ಸೇರೋಣೋ ಇಕ್ಕೇರಕ್ಕೆ ಲಾಲೆ 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 பாச பறந்த சேதினே பாத்திருந்தாள மாச பறந்த சேதினே பாத்திருந்தாள சாமி சொன்ன நாயத்தே கேட்டிருந்தாள மாசம் பறந்த சேதினே பாத்திருந்தாள சாமி சொன்ன நாயத்தே கேட்டிருந்தாள லாலே 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 அக்கறிருக்க பச்சை கிளியே உசுರು ಬೆತ್ತಾಳ ಹಂಸಮಾನ ಕರಿಯತ್ತೆ ನೆನಪು ಬೆತ್ತಾಳ ನೆನೆತು ಬಾಳುಗೆ ನಿನ್ನೆ ನಿನ್ನೆ ನಾನು ಬಂದು ಸೇರೋಣೋ ಇಕ್ಕೇರಕ್ಕೆ ನೆನೆತು ಬಾಳುಗೆ ನಿನ್ನೆ ನಿನ್ನೆ ನಾನು ಬಂದು ಸೇರೋಣೋ